ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊരു ക്ലേ വെച്ചിട്ട് ഇന്നൊരു മഷ്റൂം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അത് ഉണ്ടാക്കാനും സിമ്പിളാണ്, അതേപോലെ തന്നെ കാണാനും ഭംഗിയാണ്, പിന്നെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ക്ലേ എടുത്തിട്ട് അതിൽ കുറച്ച് പാർട്ട് നമുക്ക് വേണ്ട ആവശ്യമുള്ള ഒരു ചെറിയൊരു പാർട്ട് എടുത്തിട്ട് നല്ലപോലെ കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് അതിൻ്റെ സ്റ്റെം ഉണ്ടാക്കിയെടുക്കുക. അതായത് നമുക്ക് ആ നിലത്ത് നിൽക്കുന്ന രീതിയിൽ സ്റ്റെമ്മിൻ്റെ ആകൃതിയിലൊന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലുള്ള ക്യാപ്പ് ഉണ്ടല്ലോ അതും കൂടെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അത് ജോയിൻ ചെയ്യേണ്ട ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറുതായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇത്തിരി വെള്ളമാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒട്ടി പിടിക്കും കേട്ടോ. അതിനുശേഷം ഇതേപോലത്തെ ചെറിയൊരു പീസ് എടുത്തിട്ട് ആ ഒരു ജോയിന്റിൽ ഇങ്ങനെ ചുറ്റിച്ച് വെച്ചിട്ട് നല്ലപോലെ അത് കൈവച്ചിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ നല്ലപോലെ അവിടെ നിന്നോളും, പിന്നെ അത് പോരൂല കേട്ടോ. എന്നിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുകളിൽ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ സ്മൂത്ത് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ റെഡ് കളർ കൊടുക്കുക. നോർമൽ പീസ് റെഡ് കളറാണല്ലോ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ കൊടുത്താം കേട്ടോ. എന്നിട്ട് ഞാൻ റെഡ് കളർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റെമ്മിന് ഒരു ബേജ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബേജോ അല്ലെങ്കിൽ വൈറ്റോ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ ബേജാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഡോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നമുക്ക് പല വലുപ്പത്തിലും ഉള്ള ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഡോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്ലൂവോ അല്ലെങ്കിൽ ഇതേപോലത്തെ ക്ലിയർ ആയിട്ടുള്ള നെയിൽ പോളിഷോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.